മുതിർന്ന ബി.ജെ.പി. നേതാവ് ഒ രാജഗോപാലിൻ്റെ വാക്കുകൾ ഇപ്പോൾ കേരള ബി.ജെ.പിക്ക് തലവേദനയായി മാറുന്നതായാണ് കാണുന്നത്. ശശി തരൂരിനൊപ്പം പങ്കെടുത്ത ഒരു വേദിയിൽ തിരുവനന്തപുരത്ത് തരൂരിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നാണ് തരൂരിനെതിരെ 3 വട്ടം മത്സരിച്ച് തോറ്റ രാജേട്ടൻ പറഞ്ഞത്. പിന്നീട് പാർട്ടിയിൽ നിന്ന് വന്ന സമ്മർദ്ദം മൂലമാണോ എന്നറിയില്ല, പരാമർശം രാജേട്ടൻ തിരുത്തുകയും ചെയ്തു. പാലക്കാട്ടുകാരനായിട്ടുള്ള ആള് അദ്ദേഹത്തിൻ്റെ മഹിമ ലോകം അംഗീകരിക്കുന്നു. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തീരുമാനിച്ച അവസരത്തിൽ ഞാൻ സംശയിക്കായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ വളരെ ശരിയാണ്, അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും യോഗ്യം തന്നെയാണ്. നല്ല ഇംഗ്ലീഷിൽ ഭംഗിയായിട്ട് സംസാരിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കാനുള്ള കാരണം ഞാൻ ചോദിക്കേണ്ടായി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. രാജഗോപാൽജിയുടെ പ്രായത്തിൽ അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു രാഷ്ട്രീയ ആവശ്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് എൻ്റെ എന്നോ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ നിന്നോ ബി.ജെ.പിയുടെ കയ്യിൽ നിന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു സന്യാസി ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ യാഥാർത്ഥ്യം ബി.ജെ.പിയുടെ സമുന്നതരായ നേതാക്കൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയെന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒ രാജഗോപാൽ വിജയിച്ച നേമത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച കുമ്മനം രാജശേഖരൻ അനുഗ്രഹം തേടി ചെന്നപ്പോഴും രാജേട്ടൻ സത്യം പറയുന്നത് ഒഴിവാക്കിയില്ല. പ്രതികരണം തേടിയ മാധ്യമത്തോട് കുമ്മനത്തിൻ്റെ സാന്നിധ്യത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ശക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് പറയുകയാണ് ഒ രാജഗോപാൽ ചെയ്തത്. രാജേട്ടൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹം തേടിക്കൊണ്ടായിരിക്കണം ഈ നിയോജകമണ്ഡലത്തിൽ യാത്ര ആരംഭിക്കേണ്ടത് എന്ന് ഞാൻ ആദ്യം തന്നെ നിശ്ചയിച്ചിരുന്നു. ഇരുവർക്കും സർവനാശം ഭവന്തു. കെ മുരളീധരൻ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നു. ബി.ജെ.പിക്ക് ശക്തനായ ഒരു എതിരാളിയാണോ മുരളീധരൻ? മുരളീധരൻ വലിയ പാരമ്പര്യമുള്ള ആളാണ്. സാക്ഷാൽ കരുണാകരൻ്റെ മകനാണ്. അപ്പോൾ ആ പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ. ശക്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിയോഗിയാണ് തീർച്ചയായിട്ടും. സിറ്റിംഗ് MLA ഞാനത് കേട്ടിട്ടില്ല. അതുകൊണ്ട് കേൾക്കാത്ത കാര്യവും അദ്ദേഹം മുഴുവനായിട്ട് പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കാതെ അഭിപ്രായം പറയുന്നതിൽ കഴിയും. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, നേമത്തുകാർ മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്തു. ബി.ജെ.പിയുടെ ഏക സീറ്റും പോയി. കുമ്മനം പരാജയപ്പെടുകയും ചെയ്തു. തന്നെപ്പോലെ പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന നേതാവിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാതെ പറയുകയാണ് രാജേട്ടൻ ചെയ്തത്.